ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലസാനിയ ബ്രെഡ് ടോസ്റ്റ് ആയിട്ടാണ്. സാധാരണ നമ്മൾ ലസാനിയൻ്റെ ഷീറ്റൊക്കെ വാങ്ങിയിട്ട് ബേക്ക് ചെയ്യല്ലേ ചെയ്യൽ. അതിന് പകരമായിട്ട് നമുക്കൊന്ന് ലസാനിയൻ്റെ സെയിം ഫ്ലേവറിൽ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 സവാള ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം നമുക്കതിലേക്ക് ചിക്കൻ യൂസാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് സാധാ മാരിനേറ്റ് ചെയ്ത് ഉപ്പും മുളകും മഞ്ഞളും ലേശം കുരുമുളകും കൂടെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാട്ടോ. അങ്ങനെ അത് ഞാനിപ്പോൾ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലൊക്കെ ഇടുന്നിട്ട് സ്ലോ ആയിട്ട് കുക്കാക്കി എടുക്കാം. ചിക്കൻ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അത് വെന്തോളും. ഇനിയിപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒരു ടൊമാറ്റോ പ്യൂരി ഒഴിച്ചെടുക്കുന്നു കേട്ടോ. ഒരു ടൊമാറ്റോ വെള്ളം ഇല്ലാണ്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തേക്ക്. അപ്പോൾ ആക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ അടച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ നല്ലോണം കുക്കായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ ഒരിഗാനോ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ആക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും ആക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ലസാനിയൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ തന്നെ കറക്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നു. ഇപ്പോൾ നമ്മളെ ബ്രെഡ് ടോസ്റ്റിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയായി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അധികം വെള്ളമൊന്നും വറ്റേണ്ട. ഈ ഒരു ഗ്രേവി ഈ ഒരു തിക്നെസ്സിൽ തന്നെ നമ്മൾ ഇതാക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കും. അതിന് ഞാൻ കുറച്ച് ബട്ടർ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽട്ടായിട്ട് വരുമ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ആക്കി കൊടുക്കുന്നുണ്ട്. മൈദ ബട്ടറിൽ കിടന്ന് ഒന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്തി കൊടുത്താൽ കൈവെക്കാണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനിട്ട് നമുക്കൊരു നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് ആകുന്നവരെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല ക്രീമി ആയി തന്നെ കിട്ടിയിട്ട് നമ്മൾ മയോണൈസിൻ്റെ ഒക്കെ ഒരു തിക്നെസ് ഇല്ലേ, അതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബ്രെഡ് ടോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൈറ്റ് സോസ് ഇല്ലേ, അത് രണ്ടിലേക്കും നല്ലോണം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലസാനിയൻ്റെ ഒക്കെ കറക്റ്റ് ഫ്ലേവർ വരണമെങ്കിൽ ഇങ്ങനെ വൈറ്റ് സോസ് തന്നെ ആക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിന് പകരം നമ്മൾ മയോണൈസൊന്നും യൂസ് ആക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്സില്ലേ, അത് ഇതിലേക്ക് 2 ബ്രെഡിലേക്കായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ്റെ ഫില്ലിങ്സ് ആക്കിയെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഗ്രേവി പോലെ തന്നെ ആക്കിയെടുക്കണം. കുറച്ച് ഡ്രൈ ഒന്നും ആവാണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ആക്കിയെടുക്കണം നോക്കണം.
ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ടേക്ക് നമ്മൾ വൈറ്റ് സോസില്ലേ അത് കുറച്ചും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം കൂടുതൽ വെച്ചെടുക്കുന്നോ അത്രത്തോളം തന്നെ ടേസ്റ്റും കൂട്ടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചെടുക്കുമ്പോൾ കുറച്ച് നല്ലോണം തന്നെ എല്ലാം വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഞാൻ മൊസറല്ല ചീസാണ് വെച്ചെടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലൊന്ന് തന്നെ നല്ലോണം തന്നെ ഒന്ന് വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലീസ് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടി ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ വെച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ബട്ടർ മെൽട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ബ്രെഡില്ലേ അത് ഇതിലേക്ക് വെച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 2 ബ്രെഡും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഈ ചീസ് മെൽട്ടാകുന്ന വരെ നമുക്കൊന്ന് ബേക്കാക്കി എടുക്കാം. അപ്പോൾ ഇത് ടോസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഫ്ലെയിം ലോയിലായിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നമ്മളെ ചീസൊക്കെ നല്ലോണം മെൽട്ടായിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ടോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ലസാനിയ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ ഇഫ്താറിൻ്റെ ടൈമിലേക്ക് നോമ്പ് തുറൻ്റെ ടൈമിലൊക്കെ ഇത് നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് യൂസ് ആക്കാം. അതുപോലെ നമ്മളെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ ചീസൊക്കെ നല്ലോണം മെൽട്ടായിട്ട് നല്ലോണം തന്നെ വലിഞ്ഞ് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.